ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലവ് മൈൽസ്. ഇത് നമ്മൾ രാമകൽമേട് പോയിട്ടുള്ള ഒരു ചെറിയൊരു ട്രക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പം ഈ ഒരു ട്രക്കിംഗ് എന്ന് പറയുമ്പം നല്ല രസമുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ട്രക്കിംഗ് ആയിരുന്നു. ഫുള്ള് മഴയൊക്കെ പെയ്തിട്ട് ആ വഴി മൊത്തം ഇങ്ങനെ ചളിയായിട്ട് ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെയാണ് പോയത്. അപ്പോൾ കുറേ സമയം ഇങ്ങനെ ഒരു വീണുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കയറുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ ചില സ്ഥലത്ത് നമുക്ക് ഒട്ടും ബാലൻസ് കിട്ടാത്ത രീതിയിലേക്ക് ഇങ്ങനെ വഴുതി വീണുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പം ചുറ്റിലുമാണെങ്കിൽ നല്ല വെതറാണ്, ഒരു തണുപ്പും നല്ലൊരു കാറ്റൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ഒരു വെതറിൻ്റെ ടൈമിലാണ് നമ്മൾ ഈ ഒരു രാമക്കൽമേട് പോയത്. അപ്പോൾ ഇങ്ങനെ പാറേൻ്റെ മുകളിലേക്കെല്ലാം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഓൾറെഡി കുറേ ആൾക്കാരിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, കുറേ കുട്ടികളോ അങ്ങനെ ഒരു ടീമായിട്ട് വന്നിട്ട് ഫുൾ വൈബ് അടിക്കുന്നത് നല്ലൊരു സെറ്റായിട്ടുള്ളൊരു വെതറും ഒക്കെ ആയിരുന്നു. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും സൂര്യ ആൻഡ് ശ്രീലാൽ. അപ്പം നമ്മൾ 4 ആളാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതിപ്പം മുകളിൽ ഇങ്ങനെ എത്തിയിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇനി നമ്മൾക്ക് ആ മുകളിൽ കാണുന്ന ആ പാറേൻ്റെ മുകളിലോളം കയറണം. ഇതിപ്പം മുകളിലെത്തിയിട്ടുള്ള ആ ഒരു കാറ്റിൻ്റെ ശക്തി അത്ര നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു തണുപ്പ് കാറ്റ് അങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കാമെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ശ്യാംജിത്ത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻകോട്ട് എടുത്തിട്ട് അതിലിങ്ങനെ കാറ്റ് നിറച്ച് കളിക്കുകയെല്ലാം ചെയ്തു. ഇതാണ് അവിടെയുള്ളൊരു വ്യൂ. ഇത് തമിഴ്നാട് ഏതോ ഒരു ജില്ലയാണെന്നാണ് പറയുന്നത് ആ ഒരു വ്യൂ കാണുന്ന മൊത്തം. പിന്നെ നമ്മളിങ്ങനെ മുകളിലോട്ടേക്ക് കയറിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അധികം ഏറ്റവും പീക്കിലേക്ക് നമ്മൾ കയറാൻ നിന്നിട്ടില്ല, ബിക്കോസ് അത്രയും കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്തിട്ട് ഒട്ടും നിൽക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. ഇവിടെ തന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കി എൻജോയ് ചെയ്ത് നിൽക്കുന്ന നല്ല രസമുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഭയങ്കര കൊക്ക പോലത്തെ ഒരു സ്ഥലമാണ്. ശരിക്കും പേടിയാവും, പക്ഷേ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല. അത്രക്ക് പൊളിയേനും കോടയെല്ലാം ആയിട്ട്. പിന്നെ ആ ദൂരെ കാണുന്നതാണ് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇത് കണ്ടോ, കുറേ കാറ്റാടി മറ്റേ നമ്മളെ അതൊക്കെ ഇങ്ങനെ കാറ്റാടിയൊക്കെ ഇങ്ങനെ തിരിയുന്നുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇത് നമ്മളിങ്ങനെ പിടിച്ചിട്ടാണ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്, ബിക്കോസ് അത്രക്ക് ഊരി പോകുന്നുണ്ടായിരുന്നു. ഇതാ പാറേൻ്റെ മുകളിൽ ഇത്ര നേരം മുകളിലേക്ക് വന്നതിൻ്റെ കുറച്ച് റെസ്റ്റ് എടുത്തതാണ് നമ്മളവിടെ ഇരുന്നിട്ട്. ഞാൻ പറഞ്ഞില്ല അവിടെ കുറേ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ കാണിക്കാമെന്ന് വെച്ചു. പിന്നെ ആ ഒരു പുല്ല് ആ കാറ്റിനിങ്ങനെ ആടുന്ന കാണാൻ വേറെ തന്നെ ഒരു രസമാണ്. ആ ഒരു പുല്ലിൻ്റെ ആ ഒരു കാറ്റിൻ്റെ ഇതിനനുസരിച്ച് ആടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എത്ര ശക്തിയിൽ ആ കാറ്റ് വീശുന്നുണ്ട് നല്ല മനസ്സിലാവും. പിന്നെ നമ്മൾ ആ കൊക്ക പോലെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സ്ഥലത്തിൻ്റെ സൈഡിൽ ജസ്റ്റ് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് തന്നിത്. ഇതിപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമ്പം കല്യാണത്തിന് മുന്നേ ശ്യാംജിത്ത് ഈ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരിക്കൽ പോകാമെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലം ആയെങ്കിലും നമ്മൾ ആ സ്ഥലത്ത് പോയി. പക്ഷേ എങ്കിൽ നല്ല രസമായിരുന്നു. ആ ഒരു മെമ്മറി പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ വേറെ തന്നെ ഒരു ഹാപ്പിനെസ്സാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ